The sky is full of mysteries with the twinkling stars and the beautiful moon. But scientific investigation has revealed that stars do not twinkle and the moon may not be as beautiful as it seems. The study therefore cautions, do not trust what you see. Even salt look like sugar. ഏതെങ്കിലും ഹിറ്റ് സിനിമയ്ക്കായി തയ്യാറാക്കപ്പെട്ട തിരക്കഥയുടെ മുഖവാചകങ്ങളല്ലത്. മലയാള സിനിമാ ലോകത്ത് മാസ്മരിക ശോഭയും താരത്തിളക്കവുമുള്ള ആവേശ കാഴ്ചകൾക്ക് പിന്നിൽ അരങ്ങേറുന്ന അരുതുകളിലേക്ക് വേഷപ്പകർച്ചകൾ തെല്ലുമില്ലാതെ ചൂണ്ടുവിരലെത്തിക്കുന്ന ചരിത്രപരമായൊരു റിപ്പോർട്ടിന്റെ ആദ്യ വരികളാണിത്. പക്ഷേ തുടർന്നുള്ള കണ്ടെത്തലുകളിൽ തെളിഞ്ഞു വരുന്നതാകട്ടെ പഞ്ചസാരയോ ഉപ്പോ അല്ല, കാളകൂട വിഷമാണ്. അധോലോക സംഘങ്ങളെ പിന്നിലാക്കുന്ന പവർ ഗ്രൂപ്പുകൾ സെറ്റിട്ട ചുവന്ന തെരുവായി സിനിമാ നിർമ്മാണ മേഖല അധപ്പതിച്ചിരിക്കുന്നു. റിപ്പോർട്ടിൽ 233 പേജാണ് പുറത്തുവിട്ടത്. വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കി സിനിമാ സെറ്റുകളിലെ ഉള്ളൊഴുക്കുകളെ ചിത്രീകരിക്കുന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സെൻസർ ചെയ്ത ഭാഗം മാത്രമാണ് നാം വായിച്ചത്. വിഖ്യാത ചലച്ചിത്രങ്ങൾ ലോകത്തെ കാണിച്ച മലയാള സിനിമയുടെ അണിയറകളിൽ എന്നും ശൃംഗാരച്ചുവി ഉണ്ടായിരുന്നെങ്കിലും ഇന്നതിന് കൂടുതൽ സാദൃശ്യം മൂന്നാംകിട നീല ചിത്രങ്ങളോടായിരിക്കുന്നു. ഈ പുത്തൻ റിലീസിനെ പ്രേക്ഷകർ ഞെട്ടലോടെയെങ്കിലും ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. അടക്കം പറച്ചിലുകളായിരുന്നവയ്ക്ക് പലതിനും റിപ്പോർട്ടിലെ അക്ഷരങ്ങൾ കൊണ്ട് അടിവരയിടുകയും ചെയ്തു. ഇതിലെ ഉള്ളടക്കമായി വന്നത് പലതും റിപ്പോർട്ട് പുറത്തു വരും വരെ കേട്ടുകേൾവികളും ആരോപണങ്ങളും ഒക്കെ ആയിരുന്നെങ്കിൽ ഇനി അത് അങ്ങനെയല്ല. സിനിമാ ടൈറ്റിലുകൾക്ക് കീഴെ കുഞ്ഞക്ഷരങ്ങളിൽ കുറിച്ചിടും പോലെ തികച്ചും സാങ്കല്പികമെന്ന് ഈ റിപ്പോർട്ടിനെ കുറിച്ച് ആർക്കും പറയാനുമാവില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതലേ പരാമർശങ്ങളും കണ്ടെത്തലുകളും സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളായി മാറിക്കഴിഞ്ഞു. നിയമപരമായും ധാർമ്മികമായും ഒക്കെ നടപടികളിലേക്ക് വഴി തുറക്കാനും അനേകം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉയർത്താൻ ശേഷിയുള്ള ചരിത്രരേഖ. തുല്യതയുടെ ഈണം മുഴങ്ങേണ്ട കലാസാംസ്കാരിക രംഗത്ത് നിന്ന് ലിംഗവിവേചനത്തിന്റെയും സ്ത്രീകളെ അടിച്ചമർത്തുന്നതിന്റെയും ചൂഷണങ്ങളുടെയും ആകുലപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. സിനിമാ രംഗത്ത് വലിയ മാറ്റങ്ങൾ വഴിതെളിക്കാൻ ശേഷിയുള്ള 296 പേജുകൾ. ഇതിലെ 63 പേജുകൾ തൽക്കാലം വെളിച്ചം കണ്ടിട്ടില്ലെങ്കിലും വന്നതത്രയും മറയില്ലാതെ വിളിച്ചു പറയുന്നുണ്ട്. വെള്ളിത്തിര വെളിച്ചത്തിൽ കയ്യടി വാങ്ങുന്ന മാസ്മരിക പ്രകടനങ്ങളുടെ താരതമ്പുരാക്കന്മാർ കെട്ടിയാടുന്നതത്രയും പൊയ്മുഖങ്ങൾ കൂടിയാണെന്ന്, അവർക്ക് പിന്നിൽ കൂരിരുട്ടാണെന്ന്. മലയാള സിനിമാ നിർമ്മാണ രംഗത്തെ ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള അധോലോക പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുമെന്ന് കരുതുന്നവർ കൈപൊക്കട്ടെ എന്ന് പറഞ്ഞാൽ വിരലിലെണ്ണാവുന്നവരെ കാണുകയുള്ളൂ. വേട്ടക്കാരെന്ന് കരുതുന്ന നടന്മാർ ഉൾപ്പെടെയുള്ളവർ ഭയന്ന് പിന്മാറുമോ? ഹേമ കമ്മിറ്റിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഇരകൾ ധൈര്യത്തോടെ കേസുമായി മുന്നോട്ട് പോകുമോ? സിനിമാ നിർമ്മാണ മേഖലയിൽ സർക്കാർ ശുദ്ധികലശം നടത്തുമോ? ഒരിക്കലുമില്ല. പക്ഷെ ഇല്ല എന്ന് പറയുന്നവരും ആഗ്രഹിക്കുന്നുണ്ട്. വെള്ളിത്തിരയ്ക്ക് പിന്നിലെ ചുവന്ന തെരുവിലേക്ക് ഹേമ കമ്മിറ്റി തെളിച്ച വെളിച്ചത്തിലൂടെ ഒരു ബുൾഡോസർ കടന്നു വന്നിരുന്നെങ്കിലെന്ന്. നിലം പരിശാക്കിയ പവർ ഗ്രൂപ്പിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ പ്രതിഭാശാലികളായ പെൺകുട്ടികൾ നാളെ തലയുയർത്തി നടന്നിരുന്നെങ്കിലെന്ന്. നടന്നാൽ കേരളം ലോകത്തിന് മാതൃകയാകുന്ന ചരിത്രമാകും. അല്ലെങ്കിലോ സർക്കാരുകൾ ശവപ്പെട്ടി ഒരുക്കിയ കാക്കത്തൊള്ളായിരം റിപ്പോർട്ടുകളിലൊന്ന്. 4.5 വർഷം സാങ്കേതികത്വം പറഞ്ഞ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സർക്കാരിന് വേണ്ടി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് കമ്മിറ്റി സമർപ്പിച്ച 24 നിർദ്ദേശങ്ങളും നടപ്പിലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നാണ്. മൊഴി കൊടുത്തവർ പരാതി കൊടുത്താൽ നടപടി എടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പരാതി കൊടുത്ത് കേസെടുപ്പിക്കാൻ മന്ത്രിയുടെ ആവശ്യം എന്താണെന്ന് അറിയില്ല. പരാതി നൽകാതെ ആകാശത്ത് നിന്ന് FIR ഇടാനാകില്ലെന്ന് സാംസ്കാരിക വകുപ്പ് മുൻ മന്ത്രി AK ബാലനും പറഞ്ഞു. അതായത് മൂത്രപ്പുരയും ഭക്ഷണവും ഉറപ്പാക്കാൻ ശ്രമിച്ചേക്കാമെങ്കിലും ദേഹത്ത് തൊട്ടുകളിക്കുന്ന പിശാചുക്കളെ ഒഴിപ്പിക്കാനായെന്ന് വരില്ല. സിനിമയിലും പരസ്യങ്ങളിലും തിളങ്ങുന്ന ചിലർ മറ്റുള്ളവർ എഴുതിയ സംഭാഷണങ്ങൾ ഉച്ചരിച്ചും മേക്കപ്പിനും വെച്ചുകെട്ടലുകൾക്കും ഉള്ളിൽ ഒളിച്ചും സ്ത്രീകളെ വേട്ടയാടുകയും ആരാധകരെ വഞ്ചിക്കുകയുമാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആ മുഖം മൂടി കുറച്ചെങ്കിലും വലിച്ചു കയറിയിട്ടുണ്ട്. സർക്കാർ അത് തുന്നിക്കൊടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.